ഫ്രണ്ട്സൊക്കെ നോമ്പെടുക്കുന്നുണ്ട്, എനിക്കും നോമ്പെടുക്കണം. റമളാനായി കഴിഞ്ഞാൽ പല വീടുകളിലും കുട്ടികളുടെ ഒരു വാശിയായിരിക്കും ഇത്. കുട്ടികളെ നോമ്പെടുക്കാൻ സമ്മതിക്കാമോ, അതോ അവരുടെ ആരോഗ്യത്തെ ആലോചിച്ച് അതിൽ നിന്ന് ഒഴിവാക്കിക്കണോ? പല പാരൻസിൻ്റെയും ഒരു കൺഫ്യൂഷനാണിത്. നമുക്കൊക്കെ അറിയാം, മതപരമായി പ്രായപൂർത്തി എത്തുന്നത് വരെ ഒരിക്കലും നോമ്പ് നിർബന്ധമല്ല. എങ്കിൽ പോലും കുട്ടികളെ അവരുടെ സ്പിരിച്വൽ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഭാഗമായി അവരെ നോമ്പെടുത്ത് ചെറിയ രീതിയിലെങ്കിൽ നോമ്പെടുത്ത് ട്രെയിൻ ചെയ്യേണ്ടതും ആവശ്യമാണ്. പെട്ടെന്നൊരു ദിവസം അഡൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് നോമ്പെടുക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലേ നമ്മളത് ശീലിപ്പിക്കേണ്ടതായുണ്ട്. കുട്ടികളുടെ ആരോഗ്യത്തിന് നോമ്പ് ദോഷകരമാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്റ്റഡീസൊന്നും നമുക്ക് ലഭ്യമല്ല. അതേപോലെ ഒരു പ്രോപ്പർ ഗൈഡ് ലൈനും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. നടത്തപ്പെട്ട ഏതാനും സ്റ്റഡികളിൽ പലതിലും കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ടുകളാണുള്ളത്. എങ്കിൽ പോലും ജനറൽ ഗൈഡ് ലൈൻസ് വെച്ച് സ്മാർട്ടായ ഒരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ കുട്ടികളെ ചെറിയ രീതിയിലെങ്കിലും നോമ്പെടുത്ത് പരിശീലിപ്പിക്കാൻ പറ്റും. അതിനുള്ള കുറച്ച് സജഷൻസാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. 7 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ അവർക്ക് ബോഡിയുടെ എനർജിയും ഫ്ലൂയിഡ് റിസർവും ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ നേരം വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ നിൽക്കുന്നത് അവരുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നോമ്പ് ഒഴിവാക്കുന്നതാവും നന്നാവുക. അവർക്ക് റംസാൻ കാലത്ത് നോമ്പല്ലാതെ മറ്റു കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ അത്താഴത്തിന് കൂടെ ഒന്നിച്ചിരിക്കുക, ഫാമിലിയുടെ കൂടെ ഒന്നിച്ചിരിക്കുക. അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് തുറ വിഭവങ്ങൾ വിളമ്പാൻ, അതേപോലെ നമ്മുടെ ചെറിയ രീതിയിലെങ്കിലും പ്രാർത്ഥനകളിലും പള്ളികളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ശ്രദ്ധിക്കാം. 7 തൊട്ട് 12 വയസ്സ് വരെ കുട്ടികളെ ഗ്രാജുവലി നോമ്പ് പരിശീലിപ്പിക്കാൻ പറ്റിയ സമയമാണിത്. അതിന് പല സ്ട്രാറ്റജീസ് നമുക്ക് ഫോളോ ചെയ്യാം. ആദ്യമായി അര നോമ്പ് അല്ലെങ്കിൽ ഹാഫ് ഡേ ഫാസ്റ്റിംഗ്, രാവിലെ തൊട്ട് ഉച്ച വരെ അല്ലെങ്കിൽ ഉച്ച തൊട്ട് വൈകിട്ട് വരെയുള്ള ഫാസ്റ്റിംഗ്. നമ്മുടെയൊക്കെ ചെറുപ്രായത്തിലെ തമാശ രൂപേണ പറഞ്ഞിരുന്നതാണ് നമ്മൾ 2 ദിവസത്തെ അര നോമ്പ് കൂട്ടിയിട്ട് ഒരു നോമ്പായി കൂട്ടിയിരുന്നത്. ആക്ച്വലി സയൻറ്റിഫിക്കലി നോക്കുമ്പോൾ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് അര നോമ്പ് അല്ലെങ്കിൽ കാൽ നോമ്പ്. 1-2 മീൽസ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഹാഫ് ഡേ അല്ലെങ്കിൽ ക്വാർട്ടർ ഡേ ഫാസ്റ്റ് ചെയ്യിപ്പിക്കാം. രണ്ടാമത്തേത് കുറച്ചുകൂടി അത് ശീലിച്ചു കഴിഞ്ഞാൽ, ഹാഫ് ഡേ ഫാസ്റ്റിംഗ് ശീലിച്ചു കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവരെ നമുക്ക് വീക്കെൻഡ് ഫാസ്റ്റിംഗ്, സ്കൂളുകളില്ലാത്ത ദിവസങ്ങളിൽ കൂടുതൽ വിശ്രമവും പിന്നെ ഉറക്കവും കിട്ടുന്ന ദിവസങ്ങളിൽ വീക്കെൻഡ് സാറ്റർഡേ സൺഡേസ് ഒക്കെ നോമ്പെടുപ്പിക്കാം. ഇനി കുറച്ചുകൂടി ഇത് രണ്ടും ശീലിച്ച കുട്ടികളാണെങ്കിൽ കുറച്ചൊന്നും മുതിർന്നു കഴിഞ്ഞാൽ അവരെ 1-2 ദിവസങ്ങളിൽ ഓൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ് ശീലിപ്പിക്കാം. എന്ത് തന്നെയായാലും നോമ്പെടുക്കുന്ന ദിവസങ്ങളിൽ കഠിനമായ ക്ഷീണം, തലകറക്കം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റായിക തുടങ്ങിയവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോമ്പ് മുറിക്കാൻ വേണ്ടി കുട്ടികളോട് ആവശ്യപ്പെടാം. അവർക്ക് നോമ്പ് നിർബന്ധമല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ അവരെ സേഫായിട്ട് നോമ്പെടുക്കാൻ ശീലിപ്പിക്കാം. 12 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് നേരത്തെ ചെറിയ രീതിയിൽ നോമ്പെടുത്ത് ശീലിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് അഡൽസ് എടുക്കുന്ന പോലെ പൂർണ്ണമായിട്ടുള്ള നോമ്പ് എടുക്കാവുന്നതാണ്. എന്നിരുന്നാലും അവർ കൃത്യമായി അത്താഴം കഴിക്കുന്നുണ്ടെന്നും അത്താഴത്തിന് വേണ്ട രീതിയിലുള്ള പോഷകങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ഈ നോമ്പ് തുറ മുതൽ അത്താഴം വരെയുള്ള സമയത്ത് ഒരു ദിവസത്തേക്ക് വേണ്ട ആവശ്യമായ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം.